ഒരു വ്യക്തിയെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. അത് ജനരാജ്യത്തിന്റെ എന്നാ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ജനങ്ങളെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളും വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കലാപത്തിന് പറ്റി ഇവിടെ ഈ ഡൽഹിയിൽ കലാപത്തിന് വോട്ട് കൊടുക്കുന്നത് ഈ പറയുന്ന ദേശവിരുദ്ധരും അതുപോലെ തന്നെ അതിന് ബുദ്ധിമുട്ടുള്ള സമീപനം അടിയന്തരമായ നമുക്കറിയാം, നമ്മുടെ വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയായാലും അതോടൊപ്പം യുജി പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരുടെ വലിയ ആത്മസമർപ്പണത്തിന്റെയും അധ്വാനത്തിന്റെയും എല്ലാം ഫലമായിട്ടാണ് അവർ ആ പരീക്ഷകൾ എഴുതുന്നത്. ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഭരിച്ചു മുമ്പോട്ട് പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ എല്ലാ പരീക്ഷകളുടെയും എല്ലാം വിശ്വാസതയും അതോടൊപ്പം തന്നെ അതിന്റെ പല കാര്യങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയിൽ 20ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. പക്ഷേ അവരെ കേൾക്കാനോ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പരിഹാരമുണ്ടാക്കാനോ ഭരണകൂടം തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം പ്രതിഷേധിക്കുന്നവരെയും പ്രതികരിക്കുന്നതുമെല്ലാം ആളുകളെ രാജ്യദ്രോഹികളായും തീവ്രവാദികളായും പാകിസ്ഥാൻവാദികളായും ചൈനാചാരന്മാരായും മുദ്രകുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം സ്വീകരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം. ഇതിനെതിരായി വലിയൊരു മൂവ്മെന്റ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അത്തരത്തിൽ പ്രതിഷേധിക്കുന്നവർ അവഹേളിക്കുകയോ അപമാനിക്കുകയോ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക മൂവ്മെന്റ് ബോക്കോ ജനതാ പാർട്ടി എന്ന ഒരു മൂവ്മെന്റ് തന്നെ രാജ്യത്തുണ്ടാവുകയും അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഗൗരവപൂർവ്വം കേൾക്കാതെ അതിനെ അപമാനിക്കുന്ന നിലപാടാണ് ഭരണകൂടം മുന്നോട്ട് പോയതെന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആ മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഈ വിഷയത്തിനകത്ത് മാത്രമല്ല CBSEയുടെ പരീക്ഷയുടെ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അതേ മന്ത്രിയാണ് ഈ ഇന്ത്യ രാജ്യം കണ്ടതിൽ ഏറ്റവും കഴിവുകെട്ട ഒരു വിദ്യാഭ്യാസ മന്ത്രി. പ്രാകൃത യുഗത്തിലേക്ക് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംസ്കാരത്തെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രി. വിദ്യാഭ്യാസത്തിനകത്ത് ഇന്നലകളിൽ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആ വലിയ മുന്നേറ്റത്തെ തകർക്കുന്നതിനു വേണ്ടി സംഘപരിവാറിന്റെയും RSSന്റെയും ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കരിക്കുലത്തെ തകർത്തവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കഴിവുകെട്ട ഒരു മന്ത്രി ഈ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മന്ത്രി ഈ രാജ്യം തുടരാൻ പറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷേ ആ മന്ത്രിയെ സ്വീകരിക്കാൻ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായത് ഗണപതിയുടെ തലവെച്ചതിന് ശേഷമാണത് പഠിപ്പിക്കണമെന്ന് പറയുന്ന ഒരു മണ്ടൻ മന്ത്രി ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലാതെ ഈ രാജ്യത്തോടെ പുഷ്പവിമാനമാണ് ആദ്യം കണ്ടുപിടിച്ചത്. അത് കരിക്കുലത്തിൽ പഠിപ്പിക്കണമെന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രി മണ്ടൻ എന്നല്ലാതെ ഇയാൾ എന്താണ് വിളിക്കാൻ പറ്റുക? അപ്പോ ഇത്തരത്തിൽ ശാസ്ത്രീയ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ സംസ്കാരത്തെ തകർത്തവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ മന്ത്രി ഈ രാജ്യത്ത് കടിച്ചു നോക്കി നിൽക്കുമ്പോൾ അയാളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദിയുടെ ഭരണകൂടം തയ്യാറാകുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുമ്പോൾ അവരെ തല്ലിത്തകർത്തുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ട് ഭീകരമായിട്ടുള്ള വേട്ടയാടലുകളാണ് അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. പെല്ലറ്റ് തൂക്കും ആണി നിറച്ച ലാത്തിയും കണ്ണീർ വാതക ഷെല്ല് ഉപയോഗിച്ച് ക്രൂരമായി അവരെ വേട്ടയാടും. എത്ര വിദ്യാർത്ഥികളാണ് ആശുപത്രി കിടക്കുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവർ ഈ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. അവരുടെ പ്രതിഷേധത്തെ അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾ കരുതിയാൽ അങ്ങനെ അവസാനിപ്പിച്ചു പോകുന്ന വിദ്യാർത്ഥി സമൂഹമല്ല അവരെന്നുള്ളത് രാജ്യത്തെ ഭരണകൂടത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
നമുക്കറിയാം ലോകത്ത് പല വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത് യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തെരുവിറങ്ങിയിട്ടാണ്. ഇന്ത്യ രാജ്യം അത് കാണാൻ. ഈ രാജ്യത്തിനകത്ത് ഭരണകൂടം പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കി മുമ്പോട്ട് പോയപ്പോ അതിനെതിരായി പ്രതിഷേധിക്കാൻ രാജ്യത്ത് ചെറുത്തുനിൽപ്പുണ്ടാക്കിയപ്പോ അവരെ ഈ രൂപത്തിലാണ് ഭരണകൂടം അവരെ ചാപ്പകുത്തി മുന്നോട്ട് പോയി. പൗരത്വ വിഷയത്തിനകത്ത് തെരുവിൽ കിടന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുമ്പോൾ അവർ പാകിസ്ഥാനികളാണ്, ബംഗാളികളാണെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്. സ്ഥിരം ചാപ്പയാണ്. നമുക്കറിയാം രാജ്യത്തിനകത്ത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിന് പ്രതികരിക്കുന്നവരെല്ലാം എല്ലാ തരത്തിലും ഈ ചാപ്പകുത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ വിഷയത്തിനകത്തും നരേന്ദ്രമോദിക്കും BJP-ക്കും സംഘപരിവാറിനും ഭരണകൂടത്തെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഒപ്പമാണ്. ആ വിദ്യാർത്ഥികൾക്ക് ഒപ്പം നിന്നിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ, പ്രതികരിക്കാൻ തയ്യാറായ സമരം ചെയ്ത ഒരു പ്രതിപക്ഷ നേതാവിനെ ഈ രൂപത്തിൽ ക്രൂരമായി വലിച്ചിഴച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത MP-മാർ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെ MP-മാരെ എത്ര ക്രൂരമായിട്ടാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പോലീസ് എന്ന് പറയുന്ന ആളുകൾ, പോലീസ് എന്ന് പറയുന്നത് കാക്കിയിട്ട പോലീസല്ല, കാവി ധരിച്ച പോലീസാണ് അതിനകത്ത് ആക്രമിച്ചത്. ഈ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നതിനകത്ത് ഭൂരിഭാഗം ഉള്ളത് യഥാർത്ഥത്തിൽ യൂണിഫോം ഇട്ട പോലീസുകാരല്ല, RSSന്റെ ഗുണ്ടകളാണ് ആ വിദ്യാർത്ഥികളെ ആക്രമിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ബോധ്യം ഈ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിശക്തമായ രൂപത്തിൽ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിനകത്ത് അവരുടെ മുന്നേറ്റുള്ള വിദ്യാഭ്യാസ സംവിധാനം തകർത്തെറിഞ്ഞ് അവരെ പ്രതീക്ഷയെ തകർത്തവസാനിപ്പിച്ചിട്ടുള്ള ഈ ഭരണകൂടത്തിനായിട്ടുള്ള വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഈ പ്രമേയമായി മുന്നോട്ട് വരുന്നത്. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് മഹാനായ എഴുത്തുകാരൻ മാർട്ടിൻ നിയോമോൾ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, യുദ്ധം നടക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. അവർ ആദ്യം ക്രിസ്ത്യാനികളെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ ക്രിസ്ത്യാനികളായിരുന്നു. രണ്ടാമത് അവർ യഹൂദരെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ യഹൂദരല്ലായിരുന്നു. മൂന്നാമത് അവർ കമ്മ്യൂണിസ്റ്റുകളെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. അവസാനം അവർ തൊഴിലാളികളെ ആക്രമിച്ചു, ഞാൻ പ്രതികരിച്ചില്ല, ഞാൻ ഒരു തൊഴിലാളികളായിരുന്നു. അവസാനം അവർ എന്നെ ആക്രമിച്ചു, പക്ഷേ പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല എന്ന് പറയുന്ന പോലെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിനകത്ത് ഈ വിദ്യാർത്ഥികൾക്കെതിരായി ഈ പ്രതിഷേധം ഈ രാജ്യം നടക്കുമ്പോൾ അവരെ ആക്രമിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ നാളെ നമുക്ക് നേരെയായിരിക്കും ഭരണകൂടത്തിന്റെ ഭീകരത. അത് ചോദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രൂരമായി വേട്ടയാടപ്പെട്ട നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പറയുന്ന ഏറ്റവും വ്യാജനായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ സമരത്തിന് എല്ലാവരും പിന്തുണയും അർപ്പിച്ചുകൊണ്ടുള്ള പ്രമേയത്തിന് നിങ്ങൾ എല്ലാവരും പിന്തുണയുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ ശക്തി എന്നത് വ്യത്യസ്ത അഭിപ്രായങ്ങളെ മാനിക്കുന്നതിനാണ്. വിദ്യാർത്ഥികൾ ഒരു രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ മനസാക്ഷി കൂടിയാണ് വളർന്നു വരുന്ന നമ്മുടെ മക്കൾ. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ അനാവശ്യ ബലപ്രയോഗമോ അടിച്ചമർത്തൽ നടപടികളോ സ്വീകരിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണ്. ഈ പ്രമേയം ഒരു രാഷ്ട്രീയ നിലപാടിനേക്കാൾ ഉപരിയായി ജനാധിപത്യ മൂല്യങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ പ്രഖ്യാപനമാണ്. പരിഹാരം കണ്ടെത്തണമെന്ന് ഈ കൗൺസിലിലൂടെ അധികാരികളോട് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നീറ്റ് എക്സാം എന്നത് അതിന്റെ കർശന നിയന്ത്രണം, അതിൽ കുട്ടികളെ പരീക്ഷാർത്ഥികളായ മക്കള് ധരിച്ചെത്തുന്ന വസ്ത്രം അത് നേരിയതാവണം, അത് വളരെ ലളിതമാകണം. ആ വസ്ത്രത്തിൽ ഒരു എംബ്രോയിഡറിയുടെ കൊത്ത് വരെ ഉണ്ടാകാൻ പാടില്ല, ബട്ടൺ ഉണ്ടാകാൻ പാടില്ല. എത്രത്തോളം അവരുടെ വസ്ത്രത്തിന്റെ കൈ വരെ ഒന്ന് നീണ്ടു പോവാനോ താഴ്ന്നു പോവാനോ പാടില്ല. അങ്ങനെ എല്ലാവരും, അതായത് അവർ ആഭരണങ്ങൾക്കൊപ്പം ഒരു കമ്മൽ വരെ അവർ ധരിക്കാൻ പാടില്ല, അവരുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടാകാൻ പാടില്ല. അവർ ധരിച്ച ചെരുപ്പ് മുതൽ, ചെരുപ്പിന് ഒരു ഹീലുണ്ടെങ്കിൽ ആ ചെരുപ്പ് മാറ്റി വെച്ചുകൊണ്ട് നോക്കണം. അതായത് നമ്മള് ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത്, പരീക്ഷാ ഭയം ഏതൊരു കുട്ടികളിൽ ഉണ്ടാവും. പ്രത്യേകിച്ച് നീറ്റ് എക്സാം എഴുതുന്ന മക്കളെ സംബന്ധിച്ച് റിപ്പീറ്റ് ചെയ്ത് ആ വല്ലാത്തൊരു ടെൻഷനിലാണ് ഈ കുട്ടികൾ വരുന്നത്. എന്നിട്ട് ഇത്രമാത്രം കർശന നടപടി സ്വീകരിച്ച ഈ പരീക്ഷ അവസാനം ചോർന്നു പോവുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവമാണ് നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ന് നമ്മുടെ ചെയർമാൻ ഇവിടെ
ഇതും കൂടെ അവതരിപ്പിച്ച പ്രമേയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം സൂചിപ്പിച്ചു, അതെ, നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത യൂണിഫോം ഇട്ട പോലീസുകാരെന്ന് പറയുമ്പോൾ അതും പെൺകുട്ടികളെ സ്വകാര്യ സ്ഥലത്തൊക്കെ പതിക്കുന്ന രൂപത്തില് പോലീസിന്റെ കരങ്ങൾ വീഡിയോയിൽ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, അതുപോലെ 17 വയസ്സുള്ള കുട്ടിന്റെ മൂക്കടിച്ചു പൊട്ടിക്കുന്ന, അതുപോലെ 12 വയസ്സുള്ള കുട്ടിയെ തലക്കടിച്ച് പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ പോലീസ് എന്ന് പറയുന്ന കാക്കിയിട്ട യൂണിഫോം ഇട്ട നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഈ RSSന്റെ ഗുണ്ടകൾ എന്ന് തന്നെ നമുക്ക് പറയാം, അവരുടെ കയ്യിലുള്ള ലാത്തിയുടെ അറ്റത്ത് ആണി അടിച്ചു കയറ്റിയിട്ട് അതുകൊണ്ടാണ് ഈ മക്കളെ തല്ലി തകർക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ എത്രമാത്രം ദയനീയമാണ് എന്നതാണ്. നമുക്കറിയാം, ഈ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹത്തിന്റെ മകൾ ലോ പഠിക്കുന്നത്, LLB പഠിക്കുന്നത് USA-യിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് വലിയ ശ്രദ്ധയുണ്ട്. അദ്ദേഹം പറയുകയാണ്, പെൺമക്കൾ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൺമക്കൾ വീടിന്റെ വെളിച്ചമാണ് എന്നൊക്കെ. ഈ അവിടെ നിന്ന് തല്ലി തകർക്കുന്ന മക്കൾ ഇതുപോലെ ഓരോ മാതാപിതാക്കളുടെ സ്വപ്നമാണ്. 1-2 മക്കളുള്ള മാതാപിതാക്കളുടെ മുന്നിലുള്ള മക്കളെയാണ് തല്ലി തകർക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ പിന്നിൽ നമുക്ക് എത്ര മക്കളുടെ ഭാവിയാണ് നഷ്ടപ്പെടുന്നത് എന്നതാണ്. ഇവിടെ ഭാവിയിൽ ഈ ഒരു പ്രതിഷേധം, ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ കൗൺസിൽ ഒറ്റക്കെട്ടായി ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഭാവിയിൽ ഒരു മക്കൾക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല എന്നതാണ് നമ്മൾ ഏവരും ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. മറ്റൊന്ന്, ഉത്തരവാദിത്വമുള്ള ഒരു ഗവൺമെന്റ് നിർബന്ധമായും ഭരണം വരുത്തിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളായ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതുകൊണ്ട് ഈ കൗൺസിൽ എല്ലാവരും ഈ ഒരു പ്രമേയത്തെ പിന്തുണക്കണമെന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട കൗൺസിലിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്. രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യപേപ്പർ ചോർന്നു. ആരുടെ കാലത്താണ്? 2013 കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ചോർന്നത്. കർണാടക ബോർഡ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു. 2015 ആരാ പഠിക്കുന്നത്? അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഹരിയാനയിലെ ബോർഡ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു. ആരാ അവിടെ രക്ഷപ്പെടുന്നത്? കോൺഗ്രസ് ആണ്. CBSE-യുടെ ബോർഡ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നു. അത് ഭരിക്കുന്നതാരാ? UP സർക്കാരാ. അതോടൊപ്പം തന്നെ AIMS പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. അന്ന് UP സർക്കാരിന്റെ കാലത്താണ് ചോർന്നത്. അന്നൊന്നും കാണാത്ത ഈ കലക്കണ്ണീരും ഈ കാപട്യവും ഇന്ന് എവിടെ വന്നു, ഇന്ന് എങ്ങനെയാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുപാട് അങ്ങ് കണ്ണുനീർ പൊഴിക്കുന്ന ബഹുമാന്യായ ക്ഷമപിടിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു വിദ്യാർത്ഥി സമരത്തിന് ഒരു പെൺകുട്ടി, ഞാൻ എന്റെ പ്രധാനമന്ത്രി, ഈ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊള്ളുന്ന പരസ്യമായി പറയുന്നതാണോ വിദ്യാർത്ഥികളുടെ സാമാന്യ മര്യാദ, അല്ലെങ്കിൽ ആ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ സമീപനം? UGC എന്ന് ചോദിച്ചാൽ, UGC-യുടെ ഫുൾ ഫോം ചോദിച്ചാൽ എന്താണെന്ന് അറിയാത്തവരാണോ അവിടെ കലാപത്തിന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇത് മറ്റൊന്നുമല്ല, ഇത് RSS-ന്റെ അജണ്ടയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു ഉത്തരവാദിത്തത്തോടെ ജനാധിപത്യത്തില് ജനങ്ങളെ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ബംഗ്ലാദേശിൽ നിന്നും ചൈനയിൽ നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും അച്ചാരം പറ്റിക്കൊണ്ട് തീവ്രവാദികൾ എന്ന് പറയുന്ന ദേശവിരുദ്ധർ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ട് കലാപത്തിന് ശ്രമിക്കുമ്പോൾ ആ കലാപം അടിച്ചമർത്താനുള്ള സാമാന്യ മര്യാദയും അതുപോലെ തന്നെ അതിനുള്ള കഴിവും ശേഷിയുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരം ദേശവിരുദ്ധർ ഇന്നും ഇന്നലെയുമായി കൊണ്ടു നടക്കുന്നതല്ല ഈ ദേശവിരുദ്ധത. എന്തുകൊണ്ടാണ് കർഷക സമരം ചീറ്റിപ്പോയത്? അന്ന് കർഷക സമരത്തിന് UDF പിന്തുണ. ആ കർഷക സമരം എന്തുകൊണ്ട് ചീറ്റിപ്പോയി? കർഷക സമരം ചീറ്റിപ്പോയത് കൊണ്ട് തന്നെയാണ് ഇന്നൊരു പുതിയ സമരമുറയുമായിട്ട് പാർട്ടിയും കൂടെയും ഇവിടെ ഡൽഹിയില് അഴിഞ്ഞാടുമ്പോൾ അതല്ല ഇവിടെ ചോദ്യത്തിൽ നിന്നും വ്യതിചലിച്ച കുറെ വ്യക്തികൾ ഇവിടെ ചോദ്യത്തിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്. RSS-നെ അടക്കം അടിച്ചാക്ഷേപിക്കുന്ന സമീപനം ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത്
ഡൽഹിയിലെ ഇന്ദ്രപ്രസ്ഥത്തിലെ പിൻഭാഗത്തിലൂടെ കടന്നു ചെന്ന അവിടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാമെന്ന ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. അത് അവിടെ തെരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ജനങ്ങളെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളും വളരെ സ്വച്ഛമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കലാപത്തിന് കൊണ്ടുപോയി ഇവിടെ ഒരു ഇന്ത്യ ഈ ഡൽഹിയിൽ കലാപത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന ദേശവിരുദ്ധരും അതുപോലെ തന്നെ അതിന് പിന്തുണ കൊടുക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ പരീക്ഷാ സമ്പ്രദായത്തെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്ന ഒരു കാലം ഉണ്ടായി. ആ കാലം പാടെ അസ്തമിച്ചു എന്നതാണ് ഇന്നിന്റെ അടയാളപ്പെട്ടത്. അതാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ട മഹേഷ് എഴുതിയിരുന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പിന്തുണക്കാനാണ്. മനസ്സാക്ഷിയോട് പിന്തുണക്കേണ്ടതാണ്. എന്താണ് ഡൽഹിയിൽ നടക്കുന്നത്? ഇങ്ങനെ ഒരു ജനകീയ സമരത്തെ അടിച്ചമർത്തിയ ചരിത്രം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അത്തരം ആളുകളോടും അതിനെ പിന്തുണക്കുന്നവരോടും പറയാനുള്ളത്, ലോകരാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ജനാധിപത്യ സമരത്തെ അടിച്ചമർത്തിയ രാജാക്കന്മാരുടെയും ഭരണാധികാരിമാരുടെയും അവരുടെ അവസ്ഥ ഒന്ന് പരിശോധിക്കണം. ഒന്നുകിൽ തടങ്കലിലാണ്, അല്ലെങ്കിൽ കഴുമരത്തിലാണ്. അതുകൊണ്ട് ഒരു ഭരണകർത്താക്കൾക്കും സമരത്തെ അടിച്ചമർത്തി രാജ്യം ഭരണം കൊണ്ടുപോകാൻ കഴിയില്ല. ഒരുപക്ഷെ കുറഞ്ഞ കാലം അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും, കുറെ കാലം കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം അടിച്ചമർത്തൽ ഫാസിസ്റ്റ് ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതായിരിക്കും ഈ സമരം. രാജ്യത്ത് ഓരോ ദിവസവും നമ്മുടെ പൂർവികന്മാർ സമരം ചെയ്തുണ്ടാക്കിയ ജനാധിപത്യത്തെയും മതേതരത്തെയും തകർക്കാൻ ഓരോ മന്ത്രിമാരും ഓരോ ദിവസം മത്സരിക്കുകയാണ്. ഓരോ മന്ത്രിമാരുടെ പ്രസ്താവന കണ്ടാൽ അവരവർ അതിനു വേണ്ടി ഞാനാണ് മുന്നിൽ നിന്ന് മത്സരിച്ച് പ്രസ്താവന നൽകുക. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം പൈതൃകമായ ഭരണഘടന ലോകരാഷ്ട്രങ്ങളുടെ കൈവെള്ളയിൽ വെച്ചാൽ ഏറ്റവും നല്ല ഭരണഘടന നമ്മുടെ രാജ്യത്താണ്. ആ രാജ്യത്തിന്റെ ഭരണഘടന വിധി ചെയ്താൽ അത് സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള, അത് സംരക്ഷിക്കേണ്ട ഭരണാധിപന്മാർ അത് തകർക്കുകയാണ്. ഒരു പരീക്ഷയുടെ വിഷയം മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ പോക്കറ്റ് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. ഒരുപക്ഷെ കച്ചവടത്തിൽ കൂടി ആൾബലവും പിൻബലവും ഭൂരിപക്ഷവും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും അനവധി വിദൂര ഭാവിയിൽ നമ്മുടെ രാജ്യം മഹാരഥന്മാരായ നേതാക്കന്മാർ പടുത്തുയർത്തി ജനാധിപത്യവും മതേതരത്വവും തിരിച്ചു പിടിക്കാൻ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങുമെന്നുള്ള സൂചനയാണ് ഈ സമരം. അതുകൊണ്ട് പ്രിയപ്പെട്ട മഹേഷ് ഇതിന് പിന്തുണ പ്രഖ്യാപിക്കാണ് വേണ്ടത്. പഴയ കാലങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ആരോഗ്യം ചെയ്ത് വിളിച്ചു പറയുകയും പ്രമേയത്തിനുസൃതമായി സംസാരിക്കണം. കൗൺസിലിന്റെയും ഈ പ്രമേയത്തിന്റെ വികാരം മാറ്റി സംസാരിക്കാൻ മറ്റ് കൗൺസിലർമാർ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞു ഈ പ്രമേയത്തിന് പിന്തുണ അറിയിച്ചു നിർത്തുന്നു. രാജ്യതലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ 10-26 ദിവസമായിട്ട് യുവജന രോഷത്താലും വിദ്യാർത്ഥി രോഷത്താലും ഇരമ്പിയാക്കുന്ന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒഴുകിയെത്തുകയാണ് ഈ പ്രമേയത്തെ. ഇന്നലെ വരെ ഒരുപക്ഷെ മോദി ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിച്ച് വോട്ട് ചെയ്ത വിദ്യാർത്ഥികളാണ് മോദിക്കെതിരായ സമരത്തിനായി തെരുവിലിറങ്ങിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബഹുമാനപ്പെട്ട BJP അംഗം ഉൾക്കൊള്ളണമെന്ന് കൂടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 7.5 കോടിയോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ് നീറ്റ് എക്സാം.
അത്യധികം ചിട്ടയോടുകൂടി ഷമീമ ടീച്ചറോട് പറഞ്ഞതുപോലെ വളരെ ഗൗരവത്തോടു കൂടി നടത്തുന്ന ഒരു പരീക്ഷാ ചോദ്യപേപ്പർ കടലവണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോലും കിട്ടുന്ന അവസ്ഥയിലേക്ക് രാജ്യത്ത് അക്ഷരാർത്ഥത്തിൽ ഒരു സമാന്തര വിദ്യാഭ്യാസ ചോദ്യപേപ്പർ കച്ചവടമാണ് രാജ്യത്ത് നടക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു അവസ്ഥ മാത്രമല്ല, 152 തവണയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ചോദ്യപേപ്പർ തുറന്നിട്ടുള്ളത്. എത്ര ഗൗരവമായ ഒരു വിഷയമാണ്. ആ വിഷയത്തെ വിദ്യാർത്ഥികൾ ഇറങ്ങി സമരം ചെയ്യുമ്പോൾ തുടക്കം മുതലേ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ CJP-യുടെ സമരത്തെ ഇടതുപക്ഷ പാർട്ടികൾ തുടക്കം മുതൽ സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക് നടത്തിയിട്ടുള്ള സമരം ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചത്. നോക്കൂ, ഒരു സാമൂഹ്യ പ്രവർത്തകൻ രാജ്യത്തോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത, വിദ്യാർത്ഥികളുടെ ഭാവിയോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത കണക്കിലെടുത്ത് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ ഈ സമരത്തെ ഉന്നയിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ജനാധിപത്യ രാജ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യം എന്ന് നാം ഊറ്റം കൊള്ളുന്ന ഇന്ത്യയിലാണ് ഇത് സംഭവിക്കുന്നത്. ലോക ജനതയിൽ ഒരു രാഷ്ട്രീയവും മനസ്സിലാക്കാത്ത കുട്ടികൾ പോലും പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരു മതനിരപേക്ഷ വിദ്യാഭ്യാസമായിരുന്നു നാളിതുവരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായെങ്കിൽ ഇപ്പോൾ ശാസ്ത്രബോധവും യുക്തിചിന്തയും ഇല്ലാത്ത അശാസ്ത്രീയമായ ചിന്താഗതികൾ സിലബസിനകത്ത് കുത്തിവെക്കുന്ന വിദ്യാഭ്യാസ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനെ പോലെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കുട്ടികൾ തെരുവിലിറങ്ങിയത്. അത് യുവാക്കളും സ്ത്രീകളും കുട്ടികളുമെല്ലാം രാജതലസ്ഥാനത്തേക്ക് ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടുള്ള സമരത്തെ ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടായിരുന്നത്. എന്തായാലും ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള കൗൺസിലിനെ, പ്രത്യേകിച്ച് മേയറെയും ഡെപ്യൂട്ടി മേയറെയും ഉൾപ്പെടെയുള്ള ആളുകളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ പക്ഷം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായും ആവശ്യമാണ്. ഇടതുപക്ഷ പാർട്ടികൾ തുടക്കം മുതലേ ഈ ആവശ്യത്തിന് കുട്ടികളോടൊപ്പം സമരത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതും രാജ്യത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അതിനെതിരായിട്ടുള്ള കൂട്ടായ പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പ്രമേയത്തിന്റെ ഭാഗമായി ഉണ്ടാവും എന്നൊരു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മളെ ഇന്ന് തികച്ചും ന്യായമായിട്ടുള്ള നമ്മുടെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിദ്യാർത്ഥി പ്രക്ഷോഭം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒരു ലാഘവത്തോടെ തള്ളിക്കളയാൻ മനസ്സ് കാണിച്ച കൗൺസിലർ അത് വളരെ മോശമായിപ്പോയി. കാരണം ഞങ്ങൾ ഐക്യകണ്ഠേനയ്ക്ക് പാസ്സാക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. നമ്മുടെ കുട്ടികൾ രാപ്പകലില്ലാതെ അധ്വാനിച്ച് അവരുടെ അർപ്പണബോധത്തിന്റെയും അവരുടെ കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ചോദ്യപേപ്പർ ചോരുക എന്ന് പറയുന്നത് ആ കുട്ടികളുടെ സ്വപ്നങ്ങളെയാണ് തന്നെ തകർക്കുന്നത്. അത് മാത്രമല്ല, അവര് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞതുപോലെ ആ പരീക്ഷ നടത്തിപ്പ് എന്ന് പറയുന്നത് അത്രയേറെ ഗൗരവം. അവരുടെ ഷമീമ ടീച്ചർ വിവരിച്ചു, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അത്രമാത്രം ഗൗരവത്തോടു കൂടി ഒരു പരീക്ഷാ ഹാളിലേക്ക് കുട്ടികളെ കടത്തിവിട്ട് അത്രമാത്രം സിസ്റ്റമാറ്റിക്കായി നടത്തുന്ന ഈ എക്സാം ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുമ്പോൾ അതിനെ പോലും നിസ്സാരവൽക്കരിക്കാൻ തോന്നുന്ന ആ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. കാരണം നമ്മുടെ മക്കള് നാളുകളിൽ കോടിക്കണക്കിനുമായിട്ട് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ സ്വപ്നമാണ് തല്ലി തകർക്കുന്നത്. ആ സ്വപ്നം തല്ലി തകർത്താൽ ഇത്തരം ഈ ഒരു പ്രവർത്തനം നമ്മുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. കൗൺസിൽ ഒന്നടങ്കം ഇത് പാസ്സാക്കണം എന്നുള്ള ഒരു